Hello everyone. അപ്പോൾ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് PYQs നമുക്ക് ഡിസ്കസ് ചെയ്താലോ. സോ എല്ലാവരും ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഏത് ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും കേട്ടോ. ഓക്കെ, സോ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ഹാർട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, റെഡിയാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് യൂസിംഗ് ദ അപ്രോപ്രിയേറ്റ് ടേംസ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കരോളസ് ലിനിയേഴ്സ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ RH വിറ്റേക്കർ എന്താണ് വരിക? നമുക്കറിയാം ഏതാണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. റെഡി? തെർമോ അസിഡോഫൈൽസ് എക്സ്ട്രീം ഹീറ്റ് ടോളറേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഹാലോഫൈൽസ് എന്തായിരിക്കും? നമുക്കറിയാം എക്സ്ട്രീം സെലൈൻ കണ്ടീഷൻസ് ടോളറേറ്റ് ചെയ്യുന്നവരാണ്. എക്സ്ട്രീം saline conditions tolerate ചെയ്യുന്നവരാണ്. Then identify the statement which is applicable to cyanobacteria. Cyanobacteria എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരേണ്ട ഒരു സംഭവമാണ് എന്ത്? It forms blooms in polluted water. അപ്പൊ B ആണ് നമ്മളുടെ ആൻസർ വരിക കേട്ടോ. ഇനി observe the relationship between the first pair and fill in the blanks using appropriate terms എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ബാസിലസ് ബാക്ടീരിയ റോഡ് ഷേപ്ഡ്. അപ്പൊ ഇവിടെ ഷേപ്പ് ഓഫ് ദി ബാക്ടീരിയ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ബാസിലസ് ബാക്ടീരിയ റോഡ് ഷേപ്ഡ് ആണെങ്കിൽ കോക്കസ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോക്കസ് എന്ന് പറയുമ്പോൾ ഓ എന്നല്ലേ നമ്മൾ വായിരിക്കുന്നത്. അപ്പൊ എന്താണ്? സ്ഫെറിക്കൽ ആണ് എന്നുള്ളത് ആലോചിക്കുക കേട്ടോ. ഏതാണ്? സ്ഫെറിക്കൽ ഷേപ്ഡ്. ഓക്കെ, ഏതാണ്? സ്ഫെറിക്കൽ ഷേപ്ഡ്. Ready? Read the following statements and select the correct statements from the given choices എന്ന് തന്നിട്ടുണ്ട്. Methanogens are present in the guts of ruminant animals എന്ന് തന്നിട്ടുണ്ട്. ശരിയല്ലേ? ശരിയാണ്. ഇനി മൈക്കോപ്ലാസ്മയ്ക്ക് ഡിസ്റ്റിങ്ക്റ്റ് സെൽ വാൾ ഉണ്ട്. അയ്യോ, അത് ഭയങ്കര അബദ്ധമായിട്ടുള്ള ഒരു സെന്റൻസ് ആയിപ്പോ അല്ലെ? മൈക്കോപ്ലാസ്മയ്ക്ക് എന്തില്ല? സെൽ വാൾ ഇല്ല. അപ്പൊ അത് തെറ്റാണ്. ഇനി വൈറോയിഡ്സ് ആർ ഇൻഫെക്ഷ്യസ് നേക്കഡ് DNA മോളിക്യൂൾസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ വൈറോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഒരു ഫ്രീ RNA ആണ് അല്ലെ? വൈറോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫ്രീ RNA ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് തെറ്റാണ് എന്ന് പറയേണ്ടി വരും. ഇനി ആൽഗൽ കമ്പോണന്റ് ഓഫ് ലൈക്കൻ ഇസ് ഫൈക്കോബയോണ്ട് എന്ന് തന്നിട്ടുണ്ട് അല്ലെ? ആൽഗൽ കമ്പോണന്റ് ഓഫ് ലൈക്കൻ എന്ന് പറഞ്ഞാൽ ഫൈക്കോബയോണ്ട്. ശരിയല്ലേ? ശരിയാണ്. കാരണം ഫംഗൽ കമ്പോണന്റിനെ നമ്മൾ എന്താ വിളിക്കുക? മൈക്കോബയോണ്ട് എന്നാണ് വിളിക്കുക. അപ്പൊ ഇതിനകത്ത് 1ഉം 4ഉം ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ B ഓപ്ഷൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. Next, fill in the blank. Anabaenale specialized cells called dash help in nitrogen fixation എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്കറിയാം എന്താണ്? ആ സെൽസിനെ നമ്മൾ എന്താ വിളിക്കുക? ഹെറ്ററോസിസ്റ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. Ready? Next, bacteria are classified into different types based on their shape. Write the name and shape of each of them എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്ന് നമുക്കറിയാം എന്താണ് വരിക? നമുക്ക് ഫസ്റ്റ് വൺ കോക്കസ് ആണ് വരിക അല്ലെ? അതായത് നമ്മളുടെ സ്ഫെറിക്കൽ ഷേപ്ഡ്. ഓക്കെ, സ്ഫെറിക്കൽ ഷേപ്ഡ്. നെക്സ്റ്റ് നമുക്കറിയാം ബാസിലസ് അല്ലെ? ബാസിലസ് നമുക്കറിയാം എന്ത് ഷേപ്പാണ്? റോഡ് ഷേപ്ഡ് ആണ്. റോഡ് ഷേപ്ഡ് ബാക്ടീരിയ. പിന്നെ ആരാണുള്ളത്? വെബ്രിയോ അല്ലെ? വെബ്രിയോ ഉണ്ട്. എന്ത് ഷേപ്പാണ്? കോമ ഷേപ്ഡ് ആണ്. കോമ ഷേപ്ഡ്. ഇനി അടുത്ത ലാസ്റ്റ് നമ്മളെ സ്പൈറലം. ഈസിയാണ്. സ്പൈറൽ ഷേപ്പ് അല്ലെ? സ്പൈറലം, സ്പൈറൽ ഷേപ്പ്. റെഡി അല്ലേ? ഇനി അടുത്ത റൈറ്റ് ബ്രീഫ് നോട്ട്സ് അബൌട്ട് തെർമോ അസിഡോഫൈൽസ് ആൻഡ് ഹാലോഫൈൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് 2 മാർക്കിന് വന്ന ക്വസ്റ്റൻ ആണ്. സോ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അത് എന്താണ് എന്നുള്ളതൊന്ന് എഴുതിയാൽ മതി. അപ്പൊ തെർമോ അസിഡോഫൈൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എന്താണ്? ടെമ്പറേച്ചറിനെയും എക്സ്ട്രീം ടെമ്പറേച്ചറിനെയും അതേപോലെ എക്സ്ട്രീം pHനെയും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് തെർമോ അസിഡോഫൈൽസ് എന്ന് പറയുന്നത്. ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം സെലൈൻ കണ്ടീഷൻസ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് ഹാലോഫൈൽസ്. ഓക്കെ, സെറ്റ് അല്ലേ? നെക്സ്റ്റ് നോക്കിയോ. റൈറ്റ് ദ ഹൂ പ്രൊപ്പോസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? RH വിറ്റേക്കർ ആണ്. ആൻഡ് എന്തൊക്കെയായിരുന്നു വിറ്റേക്കറിന്റെ ക്രൈറ്റീരിയാസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? നമുക്ക് സെൽ സ്ട്രക്ചർ പറയാം, ബോഡി ഓർഗനൈസേഷൻ പറയാം, മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ പറയാം, റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ് നമ്മളെ ഡയറ്റോമീഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. അതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോകരുത് കേട്ടോ. അതൊരു റിപ്പീറ്റഡ് PYQ ആണ്. സോ ഡയറ്റംസ് ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷൻസ് ആർ യൂസ്ഫുൾ ടു അസ് ഈവൻ ആഫ്റ്റർ ദെയർ ഡെത്ത്. അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം? അതായത് ഡയറ്റംസിന്റെ ഡയറ്റംസിന്റെ സെൽ വാളിൽ ആരുണ്ട്? സിലിക്ക കാണാൻ പറ്റും അല്ലെ? സിലിക്ക കാണാൻ പറ്റും. വിച്ച് ഇസ് എൻ ഇൻഡിസ്ട്രക്റ്റിബിൾ മെറ്റീരിയൽ അല്ലെ? സിലിക്ക ഒരു ഇൻഡിസ്ട്രക്റ്റിബിൾ ആയിട്ടുള്ള ഈസിലി ഡിസ്ട്രക്റ്റിബിൾ അല്ലാത്ത ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ അത് ചത്തുപോയി കഴിഞ്ഞാൽ ഡയറ്റംസ് ഡെഡ് ആയി കഴിഞ്ഞാലും ഈ സെൽ വാൾ എന്ത് ചെയ്യും? ഈ ഓഷൻ ബെഡിൽ, ഓക്കെ, ഇതാണ് നമ്മൾ ഓഷൻ ബെഡ്. ഓഷൻ ബെഡിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ഹീപ്പ് പോലെ ഫോം ചെയ്യും. ആ ഹീപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡയറ്റോമീഷ്യസ് എർത്ത് എന്ന് വിളിക്കുക. ഓക്കെ, ഡയറ്റോമീഷ്യസ് എർത്ത് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഈ ഡയറ്റോമീഷ്യസ് എർത്തിന്റെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? യെസ്, ഒന്നെന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ
പോളിഷിങ് അല്ലെ, ഒരു സാൻഡ് പേപ്പർ ഒക്കെ പോലെ പോളിഷിങ്ങിന് യൂസ് ചെയ്യാം. അതേപോലെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. ഓക്കെ, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. റെഡി? ഇത്രയും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അതിനെ ഉപയോഗിക്കാം. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ? ഏതാണ്? നമ്മളെ ട്രിപ്പനോസോമിയാണ് ഇതിനകത്ത് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ ആയിട്ടുള്ള. സോ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കൂടുതലും 1 or 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കാണുക കേട്ടോ. അതായത് നമ്മൾ PYQസിന്റെ ഒരു പാറ്റേൺ നോക്കിയിട്ടുണ്ടെങ്കിൽ 1 or 2 മാർക്സ് ആയിട്ടാണ് നമുക്ക് കൂടുതൽ കാണുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ പ്രൊട്ടിസ്റ്റ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ ഗ്രൂപ്പ് ഓഫ് പ്രൊട്ടിസ്റ്റ്. അപ്പൊ സാപ്രോഫൈറ്റിക് ആണെന്ന് തന്നിട്ടുണ്ട്. ചില സ്യൂട്ടബിൾ കണ്ടീഷനിൽ form an aggregation called plasmodium എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സ്ലൈം മോൾഡ് എന്ന് ഉത്തരം എഴുതാം. റെഡി അല്ലേ? യെസ്. ആൻഡ് നെക്സ്റ്റ് നോക്കിയോ, അമീബോയിഡ് പ്രോട്ടോസോവൻസ് നമുക്ക് എന്താ ഇതിന്റെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? എൻറ്റമീബയാണ് വരിക. ദെൻ നമ്മളുടെ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പനോസോമ വരും. സീലിയേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാരമീഷ്യം വരും. ആൻഡ് ലാസ്റ്റ് നമ്മളുടെ സ്പോറോസോവൻസ് എന്ന് പറയുമ്പോൾ അതിലേതാ വരിക? നമ്മളുടെ പ്ലാസ്മോഡിയം ആണ് വരിക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മാച്ച് ചെയ്യേണ്ടത്. ഇനി യൂഗ്ലിനോയിഡ്സിന്റെ ഏതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ കൊടുത്തിട്ടുള്ളതിൽ ഏതെങ്കിലും 2 ഫീച്ചർ എങ്കിലും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. സോ ഒന്ന് എന്തിൻ്റെയാണ്? പ്രോട്ടീൻ റിച്ച് ലെയർ ഉണ്ട് വിച്ച് മേക്സ് ഇറ്റ് ഫ്ലെക്സിബിൾ, അങ്ങനെയുള്ള സാധനങ്ങൾ. അതേപോലെ അതിന് ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്, ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. ഇത് രണ്ടും ഉണ്ട് എന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? മെൻഷൻ ചെയ്യാം. ഓക്കെ, എന്താ വീണ്ടും നമ്മളെ ഡയറ്റംസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഡയറ്റംസ് ഏതിലാ ബിലോങ് ചെയ്യുന്നത്? ക്രൈസോഫൈറ്റ്സ്, കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ക്രൈസോഫൈറ്റ്സിലാണ് ബിലോങ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ആൻഡ് അതിന്റെ യൂസസ് എന്താണ് ഡയറ്റമീഷ്യസ് എർത്ത് എന്നുള്ളതും ഓർത്ത് വെക്കുക. ദെൻ നമ്മുടെ ഫംഗൈ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ് ഓഫ് ഫംഗൈ നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് PYQ ആണ്. അതെന്താണ്? ഡ്യൂട്ടീറോമൈസീറ്റ്സ് എന്ന് നമുക്ക് പറയാം. ഐഡന്റിഫൈ ദ കിങ്ഡം ബേസ്ഡ് ഓൺ ദ ക്ലൂസ് ഗിവൺ ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഏത് കിങ്ഡം ആണ് ഇത്? കിങ്ഡം ഫംഗൈ ആണ്. കാരണം കൈറ്റും കണ്ടു, യൂക്യാരിയോട്ടിക്സും കണ്ടു അല്ലെ. ആകെ ഈസ്റ്റ് മാത്രമാണ് എന്തുള്ളൂ? യൂണിസെല്ലാർ ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ മൾട്ടി സെല്ലാർ ആണ്. അതിൽ യൂക്യാരിയോട്സ് ആണ് ആര്? നമ്മുടെ ഫംഗൈ എന്ന് പറയുന്നത്. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. മഷ്റൂം അഗാരിക്കസ് ആണെങ്കിൽ ബ്രെഡ് മോൾഡിനെ നമ്മൾ എന്താ വിളിക്കുക? റൈസോപ്പസ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, നെറ്റ്വർക്ക് ഓഫ് ഹൈഫേനെ വിളിക്കുന്നത്, ഹൈഫേ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു എന്താ പറയുക, തിന്നായിട്ടുള്ള നമ്മളെ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആണ് എന്ത്? നമ്മളെ ഈ പറയുന്ന ഫംഗൈന്റെ ബോഡി എന്ന് പറയുന്നത്. സോ അതിനെയാണ് നമ്മൾ ഹൈഫേ എന്ന് വിളിക്കുക. അപ്പൊ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേനെ നമ്മൾ എന്താ വിളിക്കുക? നമ്മൾ മൈസീലിയം എന്നാണ് വിളിക്കുക കേട്ടോ. മൈസീലിയം എന്നാണ് നമ്മൾ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേനെ പറയുന്നത്. ദെൻ നെയിം ദ യൂണിസെല്ലുലാർ ഫംഗസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രെഡ്. ഏതാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്? ഈസ്റ്റ് ആണ് കേട്ടോ. റെഡി? ദെൻ ലൈക്കൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സും അതേപോലെ നമ്മളെ ഫംഗൈയുള്ള അസോസിയേഷൻ ആണോ? അല്ല, അത് മൈക്കോറൈസ ആണ്. അപ്പൊ അത് തെറ്റി. സാപ്രോഫൈറ്റ്സ് അബ്സോർബ് ഓർഗാനിക് മാറ്റർ ഫ്രം ഡെഡ് സബ്സ്ട്രേറ്റ്സ്. ശരിയല്ലേ? ശരിയാണ്. മൈക്കോറൈസ അസോസിയേഷൻ ഓഫ് ഫംഗൈ ആൻഡ് ആൽഗെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. അത് നമ്മളെ ലൈക്കൻ ആണ് അല്ലെ. യെസ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ലാസ്റ്റ് ക്വസ്റ്റൻ അല്ല, ഒന്നുകൂടി ഉണ്ട്. ഐഡന്റിഫൈ ദ 2 ക്ലാസസ് ഓഫ് ഫംഗൈ മാർക്ക്ഡ് ആസ് A and B തന്നിട്ടുണ്ട്. സോ ഫൈക്കോമൈസീറ്റ്സും ഡ്യൂട്ടീറോമൈസീറ്റ്സും ഇവിടെ ഉള്ളത് കൊണ്ട് ഇത് അസ്കോമൈസീറ്റ്സും ബെസീഡിയോമൈസീറ്റ്സും ആവാനാണ് ചാൻസ്. ഓക്കെ, then observe the first pair and fill in the blank എന്ന് തന്നിട്ടുണ്ട്. Lichen association with fungi and algae dash association of fungi with roots of higher plants എന്ന് തന്നു കഴിഞ്ഞാൽ അതാരാണ്? മൈക്കോറൈസ. ഓക്കെ, പിന്നെ നെയിം വൈറസ് എന്ന് പറയുന്നത് ആരാണ് കൊണ്ടുവന്നത്? MW ബീജർനിക് ആണ് കൊണ്ടുവന്നത്. വിച്ച് ഓഫ് ദീസ് ഓർഗാനിസംസ് കോസ് മാഡ് കൗ ഡിസീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഡ് കൗ ഡിസീസ് എന്ന് പറഞ്ഞാൽ ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പത്തി. ഏതാണ്? പ്രയോൺസ് ആണ് അല്ലെ. യെസ്, ഇൻഫെക്ഷ്യസ് പ്രോട്ടീൻ പാർട്ടിക്കിൾസ് ആണ്. ഇൻഫെക്ഷ്യസ് പ്രോട്ടീൻ പാർട്ടിക്കിൾസ് ആണ് പ്രയോൺസ് എന്ന് പറയുന്നത് അല്ലെ. പ്രോട്ടീൻ പാർട്ടിക്കിൾസ്. Some organisms show association which are mutually benefited. What are the components of lichens എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. യെസ്, അപ്പൊ ലൈക്കൻസിന്റെ കമ്പോണൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ആൽഗൽ കമ്പോണന്റ് ഉണ്ടാവും. ശരിയല്ലേ? ഒരു ആൽഗൽ കമ്പോണന്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫൈക്കോബയോണ്ട് എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, അതേപോലെ ഒരു എന്തുണ്ടാവും? ഫംഗൽ കമ്പോണന്റ് ഉണ്ടാവും. ഫംഗൽ കമ്പോണന്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മൈക്കോബയോണ്ട് എന്ന് വിളിക്കുക.
ഓക്കെ, മൈക്രോബയോണ്ട് എന്ന് വിളിക്കുക. വാട്ട് ഇസ് ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കും? ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ് അല്ലെ. പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് ഇവർ എന്ത് ചെയ്യില്ല, നമുക്ക് കാണില്ല. പ്രത്യേകിച്ച് SO2 അതായത് നമ്മൾ സൾഫർ ഡയോക്സൈഡ് പൊല്യൂഷൻ പോലുള്ള എയർ പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് നമുക്ക് ലൈക്കനെ കാണില്ല. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ എന്താ പറയുക ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഏതൊക്കെ രീതിയിലാണ് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഒരു ഓൾ ദി ബെസ്റ്റ്, ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക.